നമസ്കാരം, ഞാൻ ഉന്മേഷ് ശിവരാമൻ. ഇപ്പോൾ കിട്ടിയതിലേക്ക് വിശദമായി. ഡ്രൈവിംഗ് ടെസ്റ്റ് പരിഷ്കരണത്തിന് എതിരായ ഡ്രൈവിംഗ് സ്കൂൾ ഉടമകളുടെ സമരം പിൻവലിച്ചു. തീരുമാനം ഗതാഗത മന്ത്രിയുമായി നടത്തിയ ചർച്ചയെ തുടർന്നാണ്. നേരത്തെ ഇതുമായി ബന്ധപ്പെട്ട് ചില ഇളവുകളൊക്കെ നൽകിയിരുന്നുവെങ്കിലും ഡ്രൈവിംഗ് സ്കൂൾ ഉടമകൾ പൂർണ്ണമായും ഇക്കാര്യത്തിൽ തീരുമാനം വേണമെന്നാവശ്യപ്പെടുകയായിരുന്നു. ഗതാഗത മന്ത്രി മാധ്യമങ്ങളെ കാണുന്നു. ഗവൺമെന്റ് മുന്നോട്ട് വെച്ച ആവശ്യം എന്ന് പറയുന്നത് ക്വാളിറ്റിയുള്ള ലൈസൻസ്, നല്ല വണ്ടി ഓടിക്കാൻ ഇറങ്ങിയ ആളുകളുടെ ലൈസൻസ് എടുത്താൽ മതി എന്നുള്ളതാണ്. അതിനോട് ഡ്രൈവിംഗ് സ്കൂളിലെ എല്ലാ സംഘടനകളും യോജിച്ചു. അവരും അത് ചെയ്യുകയാണ്. പിന്നെ മാത്രമല്ല, ക്യാമറ ടെസ്റ്റ് നടക്കുമ്പോൾ ഹരാസ്മെന്റ് ഉണ്ടായി എന്നൊന്നും വരാതിരിക്കാൻ വേണ്ടിയിട്ട് ക്യാമറ വെക്കണമെന്നൊരു നിർദ്ദേശം ഞങ്ങൾ വെച്ചിരുന്നു. അത് അവർ അംഗീകരിക്കുകയാണ്. ഡ്രൈവിംഗ് സ്കൂളുകാർ വെക്കേണ്ട ഞങ്ങൾ നേരത്തെ തന്നെ തീരുമാനിച്ചു. അവരെ കൊണ്ട് വാങ്ങി വെപ്പിക്കുന്നത് ശരിയല്ല. ടെസ്റ്റ് നടക്കുമ്പോൾ, ഡ്രൈവിംഗ് പരിശീലിക്കുമ്പോഴല്ല, ടെസ്റ്റ് നടക്കുമ്പോൾ ഡാഷിൽ ക്യാമറ ഉണ്ടാവും. അത് മോട്ടോർ വെഹിക്കിൾ ഡിപ്പാർട്ട്മെന്റ് വാങ്ങാൻ തീരുമാനിച്ചു. ഞങ്ങൾ ഈ എല്ലാ ഉദ്യോഗസ്ഥൻ വണ്ടിയിൽ വരുമ്പോൾ ഈ സാധനം ഫിക്സ് ചെയ്യും. ടെസ്റ്റ് കഴിയുന്നുള്ള കാര്യങ്ങളെല്ലാം ഷൂട്ട് ചെയ്യും. എന്നിട്ട് അത് ഓഫീസിൽ കൊണ്ടുവന്ന് കമ്പ്യൂട്ടറിലേക്ക് മാറ്റി സൂക്ഷിക്കും. 3 മാസം വരെ സൂക്ഷിക്കുക. എന്തെങ്കിലും കംപ്ലൈന്റ് വന്നാൽ അതെടുക്കും. പിന്നെ കൃത്യമായ ടെസ്റ്റാണോ നടത്തിയെന്ന് നോക്കും. കാരണം 2 വശവും ക്യാമറ ഫേസ് ചെയ്യുന്ന ക്യാമറ വാങ്ങാനാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത്. അതായത് ഫ്രണ്ടിലേക്ക് റോഡിലേക്ക് കാണത്തക്ക രീതിയിൽ. അപ്പോൾ ടെസ്റ്റിലുള്ള കള്ളത്തരങ്ങളൊന്നും നടക്കില്ല എന്നുള്ളതാണ്. പിന്നെ ഈ സമരത്തിലൊക്കെ പറഞ്ഞ പോലെ ആരുടെയും കഞ്ഞൂടി മുട്ടികൾ ഒരാൾക്കും തൊഴിൽ പോകത്തില്ല. എല്ലാ ചേച്ചിമാർക്കും സഹോദരിമാർക്കും ഒക്കെ വണ്ടി ഓടിക്കാൻ പഠിപ്പിക്കാം. പക്ഷെ ഡ്രൈവിംഗ് പഠിച്ച് 5 വർഷം കഴിഞ്ഞവരായിരിക്കണം എന്നുള്ളത്. പിന്നെ എല്ലാ ആർട്ടിയും 15 വർഷം. പിന്നെ 15 വർഷമാണ് വണ്ടിക്ക് പറഞ്ഞിരുന്നത്. അപ്പോൾ കുറച്ചുകൂടെ പുരാതനമായ വണ്ടി ഓടിക്കണമെന്നുള്ളവരെ ആവശ്യം പരിഗണിച്ചുകൊണ്ട് അത് 18 വർഷമായി വർദ്ധിച്ചു. പിന്നെ അതുപോലെ തന്നെ ഈ ഒരു പ്രപ്പോസൽ ഞാൻ മുന്നോട്ട് വെച്ചു. അവരത് അംഗീകരിച്ചു വളരെ സന്തോഷത്തോടെ. ഈ ഡ്രൈവിംഗ് സ്കൂളുകൾ പല സ്ഥലത്ത് പല റേറ്റ് വാങ്ങും. അപ്പോൾ അത് ഏകോപിപ്പിക്കാൻ വേണ്ടി 3 മാസത്തിനകം റിപ്പോർട്ട് തരത്തക്ക രീതിയിൽ ഒരു കമ്മീഷനെ സർക്കാർ നിയമിക്കും. ഇതിനൊരു പഠനം നടത്തി, വിദഗ്ധരെ ഒരു പഠനം നടത്തിയിട്ട് എല്ലാവരുടെയും താരിഫ് പഠിപ്പിക്കുന്ന, സ്ത്രീകളിൽ നിന്ന് കൂടുതൽ പണം വാങ്ങുന്നതായിട്ട് ചില ആരോപണങ്ങൾ, സ്ത്രീകളിൽ നിന്ന് കൂടുതൽ പണം വാങ്ങുന്നു. പിന്നെ അങ്ങനെ അതൊക്കെ ഒഴിവാക്കാൻ വേണ്ടിയിട്ട് അതിനൊരു കൃത്യമായ ഫീസ് നിശ്ചയിക്കാൻ എല്ലാ സംഘടനകളും വളരെ സന്തോഷത്തോടെ അവർ സ്വീകരിച്ചിരിക്കുകയാണ്. അതും നമ്മൾ ചെയ്യും എന്നാണ് ഇന്നത്തെ ഈ ചർച്ചയുമായി അതെ. ഇപ്പൊ തൽക്കാലം ആദ്യം റോഡ് ടെസ്റ്റ് ആദ്യം എന്നുള്ള മാറ്റി ആദ്യം എടുത്തുകൊണ്ട് പഴയ പോലെ റോഡ് ടെസ്റ്റ് പിന്നെ എടുക്കും. പക്ഷെ റോഡ് ടെസ്റ്റ് റോഡിൽ തന്നെ എടുക്കും. റോഡ് ടെസ്റ്റ് ഗ്രൗണ്ടിൽ എടുക്കാൻ പറ്റത്തില്ല, റോഡിൽ തന്നെ എടുക്കും. അതോടൊപ്പം തന്നെ 1 മാസത്തിനുള്ളിൽ ഇവരൊരു നമ്മളൊരു ഡിസൈൻ അങ്ങോട്ട് കൊടുത്തിരുന്നു. അപ്പൊ അത് വരയ്ക്കാൻ കുറച്ചധികം സ്ഥലം വേണമെന്നൊക്കെ അവർ പറഞ്ഞതുകൊണ്ട് അവർ തന്നെ ഒരു 3-4 ഡിസൈൻ ഇങ്ങോട്ട് തരാൻ പറഞ്ഞു. അപ്പോൾ 1 മാസം കഴിഞ്ഞ് കൃത്യമായി ഓഫീസർമാരെ അവരുമായി ചർച്ച ചെയ്തിട്ട് സ്ഥലത്തിന്റെ പരിമിതികളെല്ലാം കണക്കെടുത്തുകൊണ്ട് അവർ ഇതേ കാര്യങ്ങൾ ഈ കേന്ദ്ര നിയമത്തിൽ പറയുന്ന, മോട്ടോർ വെഹിക്കിൾ നിയമത്തിൽ പറയുന്ന കയറ്റത്തിൽ നിർത്തിയെടുക്കുക, പിന്നെ സിക്സാഗായിട്ട് എടുക്കുക വണ്ടി, പിന്നെ വണ്ടി റിവേഴ്സ് പാർക്ക് ചെയ്യുക, സൈഡ് പാർക്ക് ചെയ്യുക, ഇതെല്ലാം ഉൾപ്പെടുന്ന ഒരു പ്ലോട്ടാണ് നമ്മൾ ഉണ്ടാക്കിയത്. ആ പ്ലോട്ട് വരയ്ക്കാൻ കൂടുതൽ സാമ്പിൾസിന്റെ സ്ഥലത്ത് വേണമെന്ന് പറഞ്ഞതുകൊണ്ടാണ് അതിനെ ഒന്ന് പരിഷ്കരിക്കാൻ അവർക്ക് തന്നെ വിട്ടുകൊടുക്കുക. പക്ഷേ ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം അതിലുണ്ടാകും. ഈ കയറ്റിറക്കം, സിക്സാഗ്, എല്ലാ കാര്യങ്ങളും ഈ പറഞ്ഞ ഇപ്പോൾ വരച്ച പടത്തിലുള്ളതെല്ലാം ഉണ്ടാവും. പക്ഷെ അത് എങ്ങനെയാണ് കുറച്ചുകൂടെ കുറഞ്ഞ സ്ഥലത്ത് ചെയ്യാൻ പറ്റുമെന്ന് നോക്കിയിട്ട് ചെയ്യും. പരമാവധി ടെസ്റ്റുകൾ ഇനി മുതൽ ഘട്ടം ഘട്ടമായി സർക്കാരിന്റെ സ്ഥലങ്ങളിലേക്ക് മാറ്റും. ഇപ്പോൾ തന്നെ KSRTCയുടെ സ്ഥലങ്ങൾ കണ്ടെത്തിയിട്ട്, എത്ര സ്ഥലം നമ്മൾ കണ്ടെത്തിയത്? 21 സ്ഥലങ്ങളിൽ നമ്മൾ KSRTCക്ക് ഡ്രൈവിംഗ് ടെസ്റ്റ് നടത്താവുന്ന സ്ഥലങ്ങളുണ്ട്. അത് വരും ദിവസങ്ങളിലൊന്ന് ലെവൽ ചെയ്യുക, അതിലേക്ക് ഡ്രൈവിംഗ് ടെസ്റ്റ് നടത്തും. കാരണം അവരെ ഗ്രൗണ്ടിൽ പോയി നടത്തി അവരെ ബുദ്ധിമുട്ടിക്കേണ്ടതെന്ന് വെച്ചാൽ അവർ പ്രാക്ടീസ് ചെയ്യട്ടെ, ഇവിടെ നമ്മൾ പരിശീലിക്കാം എന്ന് തീരുമാനിച്ചു. പിന്നെ KSRTC ഡ്രൈവിംഗ് സ്കൂൾ തുടങ്ങുന്നുണ്ട്. ആദ്യഘട്ടത്തിൽ 10 ഡ്രൈവിംഗ് സ്കൂളാണ് തുടങ്ങുന്നത്. അതിനുള്ള അപേക്ഷയെല്ലാം കൊടുത്തു കഴിഞ്ഞു. അതിനുള്ള ഫണ്ട് ഇപ്പോൾ അനുവദിക്കും. നല്ല ലൈസൻസ്, ഞാൻ ഒറ്റ കാര്യം പറഞ്ഞു, ഞങ്ങൾ അവരും അംഗീകരിച്ചു, സംഘടനകളും എല്ലാം അംഗീകരിച്ചൊരു കാര്യം, നമ്മൾ ഗവൺമെന്റ് മുന്നോട്ട് വെച്ചൊരു വിഷയം, ക്വാളിറ്റി ഓഫ് എഡ്യൂക്കേഷൻ, ക്വാളിറ്റി ഓഫ് ലൈസൻസ്. ലൈസൻസ് പഠിച്ചിറങ്ങുന്ന ആളിന് അത് ലൈസൻസ് തന്നെ ആയിരിക്കാം. പിന്നെ ലൈസൻസ് എടുത്തിറങ്ങിയതിനു ശേഷം പിന്നെ ഒരു ഡ്രൈവിംഗ് സ്കൂളിൽ ചേർന്ന് വീണ്ടും ഡ്രൈവിംഗ് പഠിപ്പിക്കുന്ന പരിപാടി വേണ്ട എന്നാണ് തീരുമാനം. അപ്പോൾ അതനുസരിച്ച് നമ്മൾ മുന്നോട്ട് പോകും. അപ്പോൾ സർക്കുലർ പിൻവലിക്കുകയല്ല, സർക്കുലർ ചില അത്യാവശ്യമായ പ്രായോഗികമായി അവർ മുന്നോട്ട് വെച്ച ചില കാര്യങ്ങൾ. ഇതൊരു ജനാധിപത്യ സർക്കാരാണ്. ഇടതുമുന്നണിയെ സംബന്ധിച്ച് കടുംപിടുത്തമൊന്നുമില്ല. ഞങ്ങളത് സംസാരിച്ചു, വളരെ സ്നേഹത്തോടെ തീർന്നു. എല്ലാവരും സഹകരിച്ചവരോടെല്ലാം ഞാൻ നന്ദി പറയുകയാണ്. നല്ല ലൈസൻസ് കൊടുക്കാമെന്ന് എല്ലാവരും എഗ്രി ചെയ്തു. അത് അവരെല്ലാം നിങ്ങളുടെ മുമ്പിൽ വെച്ച് എഗ്രി ചെയ്യാണ്. നല്ല ലൈസൻസ് കൊടുക്കാൻ അവർ മുൻകൈ എടുക്കും. ഡ്രൈവിംഗ് അറിയാവുന്നവർ വണ്ടി ഓടിച്ചാൽ മതി. അത് റോഡ് സേഫ്റ്റിയുടെ അടിസ്ഥാനപരമായ ഏറ്റവും പ്രധാനപ്പെട്ട ഫസ്റ്റ് വാല്യൂബിൾ ആയിട്ടുള്ള തീരുമാനം എന്ന് പറയുന്നത് നല്ല ലൈസൻസ് ഉള്ളവർ നല്ല രീതിയിൽ വണ്ടി ഓടിച്ചാൽ അപകടം പരമാവധി.
ഇത് ജനങ്ങളുടെ ആവശ്യം. ഞാൻ ഈ ഇത് മുന്നോട്ട് പറഞ്ഞത് തന്നെ ഇങ്ങനെ ഒരു തർക്കത്തിൽ വന്നതും സമരം ചെയ്തൊക്കെ നന്നായി എന്ന് വിശ്വസിക്കുന്ന ആളാണ്. കാരണം ഇപ്പോൾ ഒരു സെറ്റിൽമെന്റ് ഉണ്ടാകുമ്പോൾ കേരളത്തിൽ നല്ല ലൈസൻസ് ഉണ്ടാകുന്നുണ്ട്, സന്തോഷം. ഇത് ജനാധിപത്യമാണ്. നമ്മൾ ചർച്ച ചെയ്യാതെ ഏകപക്ഷീയമായിട്ട് ചെയ്യുന്നതല്ല. അവർ സമരം ചെയ്തു. ഞാൻ ഇന്നലെ വരെ സ്ഥലത്തുണ്ടായിരുന്നില്ല. ഇന്ന് തന്നെ എല്ലാ സംഘടനകളെയും ക്ഷണിച്ചു. അവർ വന്നവരോട് എനിക്ക് നന്ദിയുണ്ട്, സന്തോഷമുണ്ട്. തീർച്ചയായിട്ടും നല്ല ലൈസൻസ് ഉണ്ടാവട്ടെ, നല്ല അപകടങ്ങൾ കുറയട്ടെ. കേരളത്തിലെ ലൈസൻസ് എന്ന് പറഞ്ഞാൽ ഇന്ത്യയിലെ ഏറ്റവും മൂല്യമുള്ള ലൈസൻസ്. ഞാൻ പറയാറുണ്ട്, കേരള യൂണിവേഴ്സിറ്റിയിൽ നിന്ന് ഡിഗ്രി എടുത്താൽ അതിന് വേറെ പല യൂണിവേഴ്സിറ്റികളെക്കാളും വിലയുണ്ട് എന്ന് പറയുന്ന പോലെ കേരളത്തിലെ ലൈസൻസ് ഉണ്ട് എന്ന് പറഞ്ഞാൽ അത് ഇന്റർനാഷണലി ഒരു ലൈസൻസിന് പോകാൻ പറ്റുന്ന തരത്തിലുള്ള സ്റ്റാൻഡേർഡുള്ള ലൈസൻസ് ഹോൾഡേഴ്സായി മാറട്ടെ. അതിനെല്ലാവരും സഹകരിക്കാൻ സമ്മതിച്ചിട്ടുണ്ട്. എല്ലാവരെയും സഹകരണത്തിന് നന്ദി. ഒരു വലിയ പ്രശ്നമല്ലായിരുന്നു, എന്നാലും അത് തീർന്നു. എങ്കിലും നല്ല ലൈസൻസ് ഉണ്ടാകുമ്പോഴുള്ള സന്തോഷം. മാധ്യമങ്ങൾക്ക് നന്ദിയുണ്ട്, ഇതെല്ലാം ശ്രദ്ധയിൽപ്പെടുത്തി. മാത്രമല്ല, കേരളത്തിലെ ജനങ്ങൾ നല്ലൊരു ലൈസൻസ് ഉണ്ടാവണം എന്നുള്ള കാര്യത്തിൽ എനിക്ക് തന്ന പിന്തുണ, അത് മാധ്യമങ്ങളിലൂടെയും കേരളത്തിലെ ദൃശ്യമാധ്യമങ്ങൾ, പത്രമാധ്യമങ്ങൾ എൻ്റെ സതുദ്ദേശത്തെ തിരിച്ചറിയുകയും നിങ്ങൾ നൽകിയ പ്രോത്സാഹനം, അത് മാത്രമല്ല ഈ മാധ്യമങ്ങൾ എടുത്ത നിലപാട്. കാരണം വെച്ചാൽ നല്ല ലൈസൻസ് തന്നെ എടുക്കണം എന്നുള്ള നിലപാടാണ് പലപ്പോഴും ദൃശ്യമാധ്യമ ചർച്ചകളിലും പത്രങ്ങളിലും എല്ലാം ഉണ്ടായത്. ആ സോഷ്യൽ മീഡിയയിലൂടെയും ഇതിന് വലിയ സപ്പോർട്ടാണ് തന്നത്. കാരണം നല്ലൊരു ലൈസൻസ് ഉണ്ടാവണം, അപകടങ്ങൾ കുറയ്ക്കണം എന്നുള്ള നിലപാടിനെ അനുകൂലിച്ചു. ഇപ്പോൾ ഡ്രൈവിംഗ് സ്കൂളിലെ സംഘടനകളും ആ നിലപാട് അവർക്കും ബോധ്യപ്പെട്ടു, അവരും അത് അംഗീകരിക്കുന്നു. നമുക്കെല്ലാവർക്കും ഒരുമിച്ച് ഒരു നല്ല നാളേക്ക് വേണ്ടി നമുക്ക് മുന്നോട്ട് പോകാം. നല്ല റിസൾട്ട് തന്നെയായിരിക്കും, ഒരു സംശയമില്ല. ഫീസിന്റെ കാര്യത്തിൽ അതൊരു കാലാകാലമായിട്ട് പല ഘട്ടങ്ങളിൽ ആവശ്യം ഉയർന്നു വന്നിട്ടുള്ളതാണ്. ഏകീകരിച്ചൊരു ഫീസ് വേണം. അതപ്പോൾ KSRTC നിശ്ചയിക്കാൻ പോകുന്നത്, കാരണം സർക്കാർ സ്ഥാപനം നിശ്ചയിക്കുന്ന ഫീസ് ആയിരിക്കുമല്ലോ കുറച്ചുകൂടി മെച്ചപ്പെട്ടത്. അപ്പോൾ അത് നിശ്ചയിക്കാൻ പോകുന്ന ഫീസ് ആയിരിക്കും മറ്റുള്ളത്. അല്ലല്ല, ഒരു പഠനം നടത്താൻ കമ്മിറ്റി വയ്ക്കുകയാണ്. KSRTC തീരുമാനിക്കുന്ന KSRTCക്ക് ഓഫീസ് നമ്മളിപ്പോൾ ജീവനക്കാരെ വെളിയിൽ നിന്ന് എടുക്കേണ്ട കാര്യമില്ല. ഞങ്ങൾക്ക് തന്നെ ഡ്രൈവിംഗ് പഠിപ്പിക്കാൻ അറിയാവുന്ന ഡ്രൈവിംഗ് എക്സ്പീരിയൻസ് ഉള്ള ഒരുപാട് ആൾക്കാരുണ്ട്. അവരെ ഞങ്ങൾ അവിടെ റിക്രൂട്ട് ചെയ്യണം. നമ്മുടെ ഓഫീസിൽ നിന്ന് അങ്ങോട്ട് ഈ ഓഫീസിൽ നിന്ന് മറ്റേ ഓഫീസിലേക്ക് ഷിഫ്റ്റ് ചെയ്യുന്നു പറഞ്ഞു. അവിടെ വരുന്ന റേറ്റ് എന്ന് പറയുന്നത് ഈ പല വ്യത്യാസമാണ്. ST ട്രൈബൽ വിഭാഗത്തിൽപ്പെട്ടവർക്ക്, SC വിഭാഗത്തിൽപ്പെട്ടവർക്ക് സർക്കാർ സ്ഥാപനം കൺസെഷൻ അത് അവർക്ക് കൊടുക്കാൻ പറ്റും. അത് അവർക്ക് കൊടുക്കാൻ പറ്റും. സർക്കാർ സംവിധാനത്തിന്റെ ഭാഗമായി മാറുമോ? ഇല്ല, നമ്മൾ വേറൊരു ഇതായിട്ടാണ് തുടങ്ങുന്നത്. KSRTCയുടെ വേറൊരു ബ്രാഞ്ചായിട്ടാണ്. KSRTC കൊറിയർ തുടങ്ങിയതുപോലെ KSRTC അത് വേറൊരു സെക്ഷനായിട്ടായിരിക്കും നടത്തുന്നത്. അവിടെ അധികം ആളുണ്ടാവും. അവിടെ സ്വന്തമായിട്ട് കാറുണ്ടാവും, മോട്ടോർ സൈക്കിൾ ഉണ്ടാവും, പിന്നെ കമ്പ്യൂട്ടറൈസ്ഡ് സംവിധാനം ഉണ്ടാവും. പഠിക്കാൻ ആദ്യം സിമുലേറ്ററിൽ ഓടിച്ച് പഠിക്കുക, പിന്നെ വണ്ടി പുറത്തിറക്കുക, ഗ്രൗണ്ടിൽ പഠിപ്പിക്കുക, അത് കഴിഞ്ഞ് റോഡിൽ ഇറക്കുക. അങ്ങനെയുള്ള സംവിധാനം. ബ്രേക്കുമുള്ള വാഹനം തുടർന്ന് ഉപയോഗിക്കാൻ പറ്റുമോ? അതുപോലെ തന്നെ ഈ MIT വാഹനങ്ങൾ MIT ഒഴിവാക്കാൻ തീരുമാനിച്ചു. MIT ഒഴിവാക്കാനുള്ള തീരുമാനത്തിൽ അവരും അതിനോട് യോജിച്ചു. കാരണം അത്തരത്തിൽ 4 ഗിയറുള്ള 3 മാസം സമയം കൊടുത്തു. ഈ 4 ഗിയറുള്ള വണ്ടിയിലേക്ക് മാറാനായിട്ട് 3 മാസം സമയം. അത് നേരത്തെ തന്നെ ചർച്ചയിൽ തീരുമാനിച്ചതാണ്. ട്രാൻസ്പോർട്ട് കമ്മീഷയുടെ ശ്രീ പ്രമോദിന്റെ അധ്യക്ഷതയിൽ യോഗം ചേർന്നിരുന്നു. അന്ന് തന്നെ തീരുമാനിച്ചതാണ്. CATയുടെ ആവശ്യം അതായിരുന്നു, അത് നമ്മൾ ചെയ്തു. അന്ന് തന്നെ എല്ലാവരും ആവശ്യപ്പെട്ടു, അതന്ന് ചെയ്തു. അത് കൂടാതെ ഈ ക്ലച്ച് വെച്ച് തൽക്കാലം ഓടാം. കാരണം വെച്ചാൽ നമ്മൾ സ്വന്തം വണ്ടിയിലേക്ക് മാറാൻ അതിൻ്റെ ഒരു അപകടാവസ്ഥ കൊണ്ടാണ് പലപ്പോഴും ഇപ്പോൾ പഠിച്ചു വരുന്ന പലർക്കും ഈ ക്വാളിറ്റി ഉള്ള ഒരു ഡ്രൈവറായി വരികയാണെങ്കിൽ തീർച്ചയായിട്ടും ക്ലച്ച് ഇല്ലാതെ ഓടിക്കും. ഇവിടെ ഇപ്പം അനുവദിച്ചാൽ ചിലപ്പോൾ റോഡിൽ പോകുന്നവർക്ക് ചിലപ്പോൾ അത് പറയും. ഒരു ദിവസം എത്ര ടെസ്റ്റ് എന്നുള്ളതിന്റെ കണക്ക് പറഞ്ഞല്ലോ, 40 പറഞ്ഞല്ലോ. ഒരു MBA 40 എണ്ണം ചെയ്യും, 2 MBA ഉള്ളിടത്ത് 80 എണ്ണം ചെയ്യും. ബാക്ക്ലോഗ് നാളെ പരിശോധിക്കും. നാളെ പരിശോധിച്ചിട്ട് കൂടുതൽ കെട്ടിക്കിടക്കുന്ന RTO സബ് RTO ഉണ്ടെങ്കിൽ അവിടെ എൻഫോഴ്സ്മെന്റ് ഉദ്യോഗസ്ഥന്മാരെ നമ്മൾ താൽക്കാലികമായി നിയമിച്ചുകൊണ്ട് ടെസ്റ്റുകളുടെ എണ്ണം കൂട്ടി അത് കുറച്ചു. ഈ 10 ലക്ഷം എന്ന പ്രചരണം തെറ്റാണ്. 10 ലക്ഷം ഇല്ല, 2.5 ലക്ഷം ഉള്ളൂ. കൃത്യമായ കണക്ക് നാളെ മാധ്യമങ്ങൾക്ക് നൽകും. കൃത്യമായി കമ്പ്യൂട്ടറിൽ നിന്ന് കണക്കെടുക്കുകയാണ്. ഇപ്പോൾ ജസ്റ്റ് നോക്കിയിട്ട് പറഞ്ഞാണ്, പക്ഷേ കൃത്യമായ കണക്ക് തരാം. പിന്നെ ഏതൊക്കെ ഓഫീസിൽ എത്ര കെട്ടിക്കിടക്കുന്നുള്ള കണക്ക് പ്രസിദ്ധീകരിക്കും. നാളെ മുതൽ പൂർണ്ണമായും ടെസ്റ്റ് പുനരാരംഭിക്കാൻ ആ ടെസ്റ്റ് സമരമില്ലായിരിക്കും. അത് വളരെ വേഗത്തിൽ മാറ്റി. CMD എന്ന ചുമതല നൽകിയിട്ടുണ്ട്. അദ്ദേഹം പല സ്ഥലങ്ങളും മാറ്റി. ഇപ്പോൾ തലശ്ശേരി മാറ്റി, ലെവൽ ചെയ്ത് ഉറപ്പിച്ചു പോകുന്നുണ്ട്. അവിടെ ഈ പരിഷ്കരിച്ച പോലുള്ള സംവിധാനങ്ങൾ ഉണ്ടാവും. അല്ല, അത് ഉണ്ടാക്കും. ഗ്രാജുവലി ഉണ്ടാകും. ടെസ്റ്റ് നടത്താനുള്ള സൗകര്യങ്ങൾ അവിടെ ഉണ്ടാവും. അത് കഴിഞ്ഞ് ഗ്രാജുവലി നമ്മൾ ഈ ഡിസൈനിന്റെ കാര്യത്തിൽ 1 മാസം സമയമുണ്ട്. അവരും കൂടെ ആലോചിച്ചിട്ട് ഒരു ഡിസൈൻ, നമ്മൾ പറഞ്ഞ ഡിസൈനിൽ ചില മാറ്റങ്ങൾ വരുത്തിക്കൊണ്ട് അവർ തന്നെ കൊണ്ടുവരാൻ പറഞ്ഞു. അത് നമുക്ക് പരിശോധിക്കാം. അപ്പൊ നമ്മൾ കൊണ്ടുവരുമ്പോഴല്ലേ അവർക്കൊരു വിഷമമുള്ളൂ. വേണ്ട, അടിച്ചേൽപ്പിക്കുന്നില്ല, അവർ തന്നെ കൊണ്ടുവരട്ടെ. അതെ, അവരുടെ പ്രപ്പോസൽ എല്ലാം വാങ്ങിച്ചതിന് ശേഷം ഡിസ്കസ് ചെയ്തിട്ട് ഒരു
ഡിസൈൻ എടുക്കും. ഒരു ടൈം ഫ്രെയിമിനകത്ത് ഏകീകരിച്ച ആ 1 മാസത്തിനകം തരും. അവർ 1 മാസത്തിനകം തരും. നമ്മൾ തന്നാൽ ഉടൻ ആക്ഷൻ. വലിയ താമസമില്ല. വെച്ച് താമസിപ്പിക്കുന്നില്ല. ഒന്നും വെച്ച് താമസിപ്പിക്കത്തില്ല. ഇല്ലാതെ തന്നെ വ്യാപകമായിട്ട് കർണാടകയിൽ നിന്നൊക്കെ പോയിട്ട് ലൈസൻസ് അവിടെ വീട്ടിൽ കേരള യൂണിവേഴ്സിറ്റിയും ഡിഗ്രി സർട്ടിഫിക്കറ്റ് കിട്ടും. ഡോക്ടറേറ്റ് അഫ്ഗാനിസ്ഥാനിൽ നിന്ന് കിട്ടും. ഏത് വേണം എന്ന് തീരുമാനിക്കാൻ അവരോട് അവകാശമുണ്ട്. ഒറീസയിലേക്ക് പോയി കഴിഞ്ഞാൽ പല യൂണിവേഴ്സിറ്റിയിൽ നിന്ന് ഡിഗ്രി കിട്ടും. പോവാതെ തന്നെ കിട്ടും. അത് വേണോ 50,000 കൊടുത്ത ശ്രീലങ്കയിൽ ഡോക്ടറേറ്റ് ഇല്ല. അത് വേണോ കേരള യൂണിവേഴ്സിറ്റിയുടെ ഡോക്ടറേറ്റ് വേണോ തീരുമാനിച്ചു എന്ന് പറഞ്ഞ് കേൾക്കുന്നു. ഇതിങ്ങനെ കിട്ടുമെന്ന് പൈസ കൊടുത്താൽ നമുക്ക് തടസ്സമൊന്നുമില്ല. തീരുമാനിക്കുന്നത് ആളെ കൊല്ലണോ വേണ്ടിയെന്ന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? അവിടുന്ന് ആള് പോകാതെ തന്നെ ലൈസൻസ് കൊടുക്കുന്ന ആരോ പറയുന്നുണ്ട് കർണാടകത്തിൽ നിന്ന്. ആ വീട്ടിൽ ഇരുന്നാൽ കൊണ്ട് തരുമെങ്കിൽ അത് വാങ്ങിച്ചേച്ച് വീട്ടിൽ നിന്ന് ഇറങ്ങി ആളുകളെ ഇടിച്ചു കൊല്ലട്ടെ. നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? അപ്പൊ പക്ഷെ പിടിക്കും. ഈ പല രാജ്യങ്ങളിലും വണ്ടിയുടെ ലൈസൻസ് പിടിക്കുന്നത് ഈ ദൂരെ നിന്ന് നോയിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പൊ ഈ ഓടിക്കുന്നതിലൊരു അലക്ഷ്യമായിട്ട് പോകുന്നതോ തെറ്റ് കാണിക്കുന്നതോ തോന്നിയാൽ മാത്രമേ പിടിക്കത്തുള്ളൂ. അല്ലാതെ ലൈസൻസ് ഒരു രാജ്യത്തും ഗൾഫ് രാജ്യങ്ങളിലൊന്നും ലൈസൻസ് വന്ന് അതിന്റെ ലൈസൻസ് ഇടന്ന് ചോദിക്കത്തില്ല. പക്ഷേ ഈ ഓടിപ്പോ വശക്കേടാന്ന് അവർ തോന്നിയാൽ അവർ ഫോളോ ചെയ്ത് പിടിച്ചിട്ട് അപ്പോഴേ പിടിക്കും. ഇവിടെ നമ്മൾ പരമാവധി സർക്കാർ ഗ്രൗണ്ടുകളിലേക്ക് മാറ്റും. ഈ ബാക്ക്ലോഗ് അറിയുമ്പോൾ നമുക്ക് കറക്റ്റ് അറിയാൻ പറ്റും. ലേണേഴ്സിന്റെ ബാക്ക്ലോഗ് 10 ലക്ഷം ഇല്ല. അത് നാളെ ഞങ്ങളൊരു കണക്കെടുക്കുമ്പോൾ കൃത്യം അവർക്കും കൊടുക്കും. ഈ കണക്ക് എല്ലാവർക്കും പത്രങ്ങൾക്കും മാധ്യമങ്ങൾക്കും എല്ലാം തരും. അതിൽ കാണണം. അപ്പൊ അതനുസരിച്ച് കൂടുതൽ ആളുകളുള്ള സ്ഥലങ്ങളിൽ നമ്മൾ കൂടുതലായിട്ട് അഡീഷണൽ ആയിട്ട് 2-3 ആഴ്ചത്തേക്ക് അല്ലെങ്കിൽ 1 മാസത്തേക്ക് ഉദ്യോഗസ്ഥന്മാരെ നിയമിച്ചുകൊണ്ട് ആ ബാക്ക്ലോഗ് കവർ ചെയ്യും. എന്തോ അല്ല, ഒരു ഓഫീസിൽ 40 ടച്ച് എന്നാ പറഞ്ഞു. അല്ല, എല്ലായിടത്തും ഇല്ല, ചില സ്ഥലങ്ങളിലില്ല, ഉള്ളിടത്ത്. പക്ഷെ അത് ഈ നാളത്തെ ലിസ്റ്റ് കാണുമ്പോൾ അറിയാലോ ഏത് ഓഫീസിലാണ് കൂടുതൽ ലേണേഴ്സ് കിട്ടിക്കിടക്കുന്ന വെച്ചാൽ അവിടെ വേറെ ആളെ റിക്രൂട്ട് ചെയ്ത് മേക്കപ്പ് ചെയ്യും. അല്ല, എച്ച് എടുത്തിട്ട് എടുത്തോട്ടെ, കുഴപ്പമില്ല. കാരണം എച്ച് എടുത്തിട്ട് എടുത്തോട്ടെ. ഇപ്പൊ ഡിസൈൻ 1 മാസം വരും. വന്നു കഴിയുമ്പോഴത്തേക്ക് പിന്നെ കുഴപ്പമില്ല. ഡിസൈന് മാറ്റം വരുത്തിയിട്ടുള്ള ഇതിൽ പറയുന്ന കാര്യങ്ങളൊക്കെ ഉണ്ടാവും. കാരണം ഈ 6 ആയിട്ട് വണ്ടി ഓടിക്കുക, കയറ്റത്തിൽ നിർത്തിയെടുക്കുക, റിവേഴ്സ് പാർക്ക് ചെയ്യുക, സൈഡ് പാർക്ക് ചെയ്യുക, ഇതെല്ലാം ഉൾപ്പെടുന്ന ഡിസൈനാണ് നമ്മൾ ഉണ്ടാക്കിയത്. ആ ഡിസൈൻ വരയ്ക്കാൻ സ്പേസ് കൂടുതൽ വേണം എന്ന് പറഞ്ഞത് കൊണ്ടാണ് അതിനെ പാർട്ടാക്കി അല്ലെങ്കിൽ വേറെ ഇതെല്ലാം ഉള്ളൊരു ഡിസൈൻ അവർ തന്നെ പ്രപ്പോസ് ചെയ്യാം. 2-3 ഡിസൈൻ അവർ കൊണ്ടുവരും. അതിൽ നിന്ന് എല്ലാവരും ആലോചിച്ചിട്ട് നമ്മൾ ഡിസൈൻ തിരഞ്ഞെടുക്കും. അപ്പോൾ എച്ചം ഒഴിവാകും കേട്ടോ. അത് വരുന്നോട് എച്ചം ഒഴിവാകും. ഇല്ലില്ല, അതുകൊണ്ടല്ലേ ഇങ്ങനെ സമരം വന്നതും ചർച്ച വന്നതും കാര്യങ്ങൾ നന്നായത്. അതിനെന്തിയാ ചെയ്തേ? അത് മനസ്സിലായില്ലയോ? ഒരു ടെക്നിക്കല്ലായിരുന്നോ? എല്ലാവരും എന്ത് പറയുന്നൊക്കെ അറിയാൻ വേണ്ടിയുള്ള ഇങ്ങനെ ഇട്ട് നോക്കിയതല്ലേ. അപ്പൊ എല്ലാവരും നല്ല രീതിയിൽ സഹകരിക്കാന്ന് പറയുമ്പോൾ അത് നല്ലതല്ലേ? നമുക്കെല്ലാവർക്കും നല്ലതല്ലേ? അത് കേരളത്തിലെ ജനങ്ങൾക്ക് വേണ്ടി ഒരു നമ്പർ ഇട്ടതല്ലയോ? അത് ഇതുമായിട്ട് ബന്ധപ്പെട്ടല്ലോ. ഇതുമായിട്ട് അതിന് ബന്ധമാണ്. ഓണത്തിനിടയിലാണ് പുട്ടുവെച്ചോ. ഗതാഗത മന്ത്രി കെ ബി ഗണേഷ് കുമാർ ഇപ്പോൾ മാധ്യമങ്ങളെ കാണുകയായിരുന്നു. അദ്ദേഹം ഡ്രൈവിംഗ് ടെസ്റ്റുമായി ബന്ധപ്പെട്ട് സമരം പിൻവലിച്ച കാര്യം അറിയിക്കുന്നു. സർക്കാർ പൂർണ്ണമായി സർക്കുലറിൽ നിന്ന് പിന്നോട്ട് പോകുന്നില്ല, ചില ഇളവുകൾ നൽകുന്നുവെന്ന് മാത്രമേ ഉള്ളൂ എന്ന് മന്ത്രി വിശദീകരിക്കുന്നു. 1 മാസത്തിനകം ഇതുമായി ബന്ധപ്പെട്ട് നേരത്തെ തന്നെ നിഷ്കർഷിച്ച രീതിയിലുള്ള ഡ്രൈവിംഗ് ടെസ്റ്റ് സ്ഥലങ്ങളൊക്കെ തയ്യാറാക്കുമെന്ന് കൂടി മന്ത്രി ഇപ്പോൾ വാർത്താസമ്മേളനത്തിൽ വ്യക്തമാക്കുന്നുണ്ട്. മറ്റു വാർത്തകളിലേക്ക് എത്താൻ ചെറിയൊരു ഇടവേളയ്ക്ക് ശേഷം. ഇപ്പോൾ വരുന്നൊരു പ്രധാനപ്പെട്ട വാർത്തയിലേക്ക്. പന്തിരാങ്കാവിൽ നവവധുവിന് മർദ്ദനമേറ്റ സംഭവത്തിൽ അവിടെ പോലീസിനെതിരെ കുടുംബം ആരോപണം ഉന്നയിച്ചിരുന്നു. ഇപ്പോൾ പോലീസിൽ നടപടി വരുന്നു എന്നുള്ളതാണ്. പന്തിരാങ്കാവ് SHOയ്ക്ക് സസ്പെൻഷൻ എന്നുള്ള വാർത്ത വരുന്നു. വിശദാംശങ്ങളുമായി ദീപക് ധർമ്മടം ഇപ്പോൾ ചേരുന്നുണ്ട്. ദീപക്, പറയൂ, വിവരങ്ങൾ എന്തൊക്കെയാണ്? ഉന്മേഷ്, ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, പന്തീരങ്കാവ് പോലീസിൽ കൃത്യമായ കൃത്യവിലോപം ഈ ഇരയ്ക്ക് സംരക്ഷണം നൽകുന്നതിൽ, പ്രതിക്കെതിരെ നടപടിയെടുക്കുന്നതിൽ ഉണ്ടായിരുന്നു എന്നുള്ളതായിരുന്നു പോലീസിന്റെ പ്രാഥമിക നിഗമനം. ഈ ഇരയുടെ കുടുംബം പരാതി നൽകുന്നു മുഖ്യമന്ത്രിക്ക്. ഏറ്റവും ഒടുവിൽ പുതിയ വാർത്ത, 24ന്റെ ബിഗ് ബ്രേക്ക്, ഈ SHOയെ സസ്പെൻഡ് ചെയ്തിരിക്കുന്നു എന്നുള്ളതാണ്. നോർത്ത് സോൺ IG സേതുരാമനാണ് സസ്പെൻഡ് ചെയ്തത്. സിറ്റി പോലീസ് കമ്മീഷണർ രാജ്പാൽ മീണയോട് അന്വേഷിച്ച് റിപ്പോർട്ട് നൽകാൻ വേണ്ടി ADGP MR അജിത് കുമാർ ഉത്തരവിട്ടിരുന്നു. അതിന്റെ അടിസ്ഥാനത്തിലുള്ള പ്രാഥമിക അന്വേഷണ റിപ്പോർട്ട് നൽകി. സ്പെഷ്യൽ ബ്രാഞ്ച് ACPയും അന്വേഷിച്ചു. ആ
അന്വേഷണ റിപ്പോർട്ടുകൾ കണക്കിലെടുത്തുകൊണ്ട് പന്തീരങ്കാവ് ഗാർഹിക പീഡന കേസിൽ SHO AS സരിനെ IPAS സരിനെ സസ്പെൻഡ് ചെയ്ത് ഉത്തരവിറക്കിയിരിക്കുന്നു എന്നുള്ളതാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഈ കേസിൽ ഇരയ്ക്കൊപ്പം നിൽക്കാതെ പ്രതിക്ക് വേണ്ടി നിന്നു. മാത്രവുമല്ല, ഈ പ്രതി രാജ്യം വിട്ടു പോകുന്ന സാഹചര്യമുണ്ടായി. ഇത്തരമൊരു സാഹചര്യത്തിൽ കടുത്ത നടപടിയിലേക്ക് പോകണം എന്ന് ആഭ്യന്തര വകുപ്പിന് നിർദ്ദേശമുണ്ടായിരുന്നു. ഇന്നലെ ഇരയുടെ കുടുംബം മുഖ്യമന്ത്രിക്ക് പരാതി നൽകുന്നു. മുഖ്യമന്ത്രിയുടെ ഓഫീസ് അടിയന്തരമായി ഇടപെടുന്നു. ADGP MR അജിത് കുമാറിന് കർശന നടപടിക്ക് നിർദ്ദേശം നൽകുന്നു. ഇതേ തുടർന്ന് സിറ്റി പോലീസ് കമ്മീഷണർ രാജ്പാൽ മീണയുമായി അദ്ദേഹം ടെലിഫോണിക് മീറ്റിംഗ് നടത്തുന്നു. ഇതിനുശേഷമാണ് കേസിൽ നടന്ന ക്രമക്കേടുകളെക്കുറിച്ചുള്ള പ്രാഥമിക വിവരം ലഭിക്കുന്നത്. അതിനുശേഷം കടുത്ത വകുപ്പുകൾ ചുമത്തുന്നു. കേസിന്റെ സ്വഭാവം മാറുന്നു. അന്വേഷണ ഉദ്യോഗസ്ഥനെ മാറ്റുന്നു. നേരത്തെ അന്വേഷണ ചുമതല അവിടുത്തെ SHOയ്ക്കും SIക്കുമായിരുന്നു. ഇവരിൽ നിന്നും അന്വേഷണം ഫറൂഖ് ACPയിലേക്ക് മാറ്റുന്നു. അത്തരത്തിൽ അന്വേഷണം മാറ്റിയതിന് സമാന്തരമായി തന്നെ ഈ പോലീസിന്റെ വീഴ്ചയെക്കുറിച്ച് അന്വേഷിക്കാൻ ADGP നിർദ്ദേശം നൽകി. സിറ്റി പോലീസ് കമ്മീഷണർ രാജ്പാൽ മീണ അന്വേഷിച്ച് പ്രാഥമിക റിപ്പോർട്ട് കൈമാറി. ആ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് നോർത്ത് സോൺ IG സേതുരാമൻ ഈ പന്തീരങ്കാവ് SHOയ്ക്ക് സസ്പെൻഷൻ നൽകിക്കൊണ്ട് നടപടി ആരംഭിച്ചിരിക്കുന്നത്. ഉന്മേഷ്, ദീപക്, ഇപ്പോൾ ആ കുടുംബം തന്നെ ഉന്നയിച്ച ആരോപണങ്ങൾ നമ്മുടെ മുൻപിലുണ്ട്. ആ പെൺകുട്ടിയുടെ മാതാവ് പറഞ്ഞത് പോലീസിനെ സമീപിച്ചപ്പോൾ അവരുടെ ഭാഗത്തുനിന്നുണ്ടായ പെരുമാറ്റം, അവിടുത്തെ SHO ഏത് തരത്തിലാണ് ഇടപെട്ടതെന്ന് പെൺകുട്ടിയുടെ പിതാവും തുറന്നു പറഞ്ഞിട്ടുണ്ട്. വേണ്ടത്ര ഗൗരവത്തിലെടുത്തില്ല എന്നത് മാത്രമല്ല, പ്രതിക്ക് സഹായം ചെയ്തു കൊടുക്കുന്ന തരത്തിൽ അവരുടെ പെരുമാറ്റം പോലീസ് സ്റ്റേഷനിൽ വെച്ച് തന്നെ ഉണ്ടായെന്നായിരുന്നല്ലോ അവരുടെ ആരോപണം. ദീപക്, ഇരയുടെ കുടുംബം വളരെ ഗുരുതരമായ ആരോപണമായിരുന്നു പന്തീരങ്കാവ് SHOയ്ക്കും ഒപ്പം പന്തീരങ്കാവ് പോലീസ് സ്റ്റേഷനിലെ ചില ഉദ്യോഗസ്ഥർക്കെതിരെ ഉന്നയിച്ചത്. അതിലേറ്റവും പ്രധാനപ്പെട്ട കാര്യം, പ്രതിക്കൊപ്പം നിന്നു എന്നും ഇരയോട് മാന്യമായി പെരുമാറാൻ തയ്യാറായില്ല എന്നും നിങ്ങൾ വേണമെങ്കിൽ ആശുപത്രിയിൽ പോയി സർട്ടിഫിക്കറ്റുമായി വരൂ എന്നൊക്കെ പറഞ്ഞു എന്നുള്ള ആരോപണങ്ങളായിരുന്നു. ഈ ആരോപണങ്ങൾ നിരത്തിക്കൊണ്ടായിരുന്നു അവർ മാധ്യമങ്ങളോട് സംസാരിച്ചത്. മാത്രവുമല്ല, ഇന്നലെ ഈ കുടുംബം വളരെ കൃത്യമായ ആരോപണങ്ങൾ നിരത്തിക്കൊണ്ട് മുഖ്യമന്ത്രിക്ക് പരാതി നൽകുന്നു. മുഖ്യമന്ത്രി വിദേശയാത്രയിലാണെങ്കിലും മുഖ്യമന്ത്രി കൃത്യമായി ഈ വിഷയത്തിൽ ഇടപെടുന്നു. മുഖ്യമന്ത്രിയുടെ ഓഫീസ് ലോ ആൻഡ് ഓർഡർ ADGP MR അജിത് കുമാറിനോട് ഈ കേസ് റിവ്യൂ ചെയ്യാനും അടിയന്തര നടപടിയിലേക്ക് കടന്നുകൊണ്ട് ഇരയ്ക്ക് നീതി നൽകാൻ വേണ്ട ക്രമീകരണങ്ങൾ ചെയ്യാൻ പറയുന്നു. തുടർന്ന് ഈ കേസിന്റെ റിവ്യൂയിലേക്ക് കടന്നു. ഈ ആരോപണം നിലനിൽക്കുകയാണ്. അതായത് പന്തീരങ്കാവ് പോലീസിനെതിരായ ആരോപണത്തെ മുഖവിലക്കെടുത്തുകൊണ്ട് തന്നെയായിരുന്നു കേസിന്റെ റിവ്യൂയിലേക്ക് കടക്കുന്നത്. രാത്രി വൈകിയാണെങ്കിലും സിറ്റി പോലീസ് കമ്മീഷണർ രാജ്പാൽ മീണ കേസിന്റെ ഫയലുകൾ പരിശോധിക്കുന്നു. അതിന്റെ അടിസ്ഥാനത്തിൽ ഗുരുതര വകുപ്പുകളിലേക്ക്, നേരത്തെ ദുർബലമായ വകുപ്പുകളായിരുന്നു ചുമത്തിയത്, എന്നാൽ അതിനുശേഷം ഗുരുതരമായ വകുപ്പുകൾ ചുമത്തുന്നു. 307 ഉൾപ്പെടെയുള്ള കാര്യങ്ങളിലേക്ക്, വധശ്രമങ്ങൾ ഉൾപ്പെടെ നടന്നു എന്നുള്ള നിലയിലേക്കുള്ള വിഷയങ്ങൾ വരുന്നു. ഇതിനുശേഷം അന്വേഷണ ഉദ്യോഗസ്ഥനെ തന്നെ മാറ്റുന്നു. അതായത് SHO AS സരിനെ മാറ്റി ACP സാജു എബ്രഹാമിനെ ഈ കേസിന്റെ ചുമതല ഏൽപ്പിക്കുന്നു. അതിനുശേഷം കേസിലെ അന്വേഷണ പുരോഗതിക്കിടയിലാണ് ഞെട്ടിക്കുന്ന വിവരം പുറത്തു വരുന്നത്. പോലീസ് കണ്ടെത്തുന്നത് പ്രതി 2 ദിവസം മുൻപ് സ്ഥലം വിട്ടു. മാത്രവുമല്ല, പ്രതി ബംഗളൂരുവിലെത്തി. ബംഗളൂരുവിൽ നിന്നും സിംഗപ്പൂരിലേക്ക് വിമാനമാർഗം കടന്നു എന്നുള്ളത്. ഈ വിവരത്തെ അതീവ ഗൗരവമായിരുന്നു പോലീസ് ആസ്ഥാനവും ആഭ്യന്തര വകുപ്പും കണ്ടത്. അതുകൊണ്ട് തന്നെ കർശന നടപടിക്ക്, പ്രതിക്ക് രക്ഷപ്പെടാൻ സാഹചര്യം ഒരുക്കിയ ആൾക്കാർക്കെതിരെ കർശന നടപടി ഉണ്ടാകണമെന്ന് ആഭ്യന്തര വകുപ്പ് നിർദ്ദേശിച്ചു. അതിന്റെ അടിസ്ഥാനത്തിലാണ് സിറ്റി പോലീസ് കമ്മീഷണറുടെ റിപ്പോർട്ട് വന്ന ഉടൻ തന്നെ സേതുരാമൻ നോർത്ത് സോൺ IG ഇത്തരത്തിൽ സസ്പെൻഷൻ ഉത്തരവിട്ടത് എന്നാണ് നമുക്ക് ലഭ്യമാകുന്ന വിവരം. ദീപക്, തുടക്കത്തിൽ ഇതുമായി ബന്ധപ്പെട്ട് പരാതി വന്ന തുടക്കത്തിൽ പോലീസിന് ജാഗ്രതക്കുറവുണ്ടായല്ലോ. അതാണല്ലോ പ്രതിക്ക് വിദേശത്തേക്ക് കടക്കാനുള്ള അനുകൂല സാഹചര്യം ഒരുക്കിയത്. അത് കുടുംബം മുന്നോട്ട് വെച്ച ആരോപണമാണ്. അത് തന്നെ സ്ഥിരീകരിക്കുന്നു സിറ്റി പോലീസ് കമ്മീഷണർ റിപ്പോർട്ട്. അതിന്റെ അടിസ്ഥാനത്തിൽ നടപടി എന്നാണോ വായിച്ചെടുക്കേണ്ടത്? അങ്ങനെ തന്നെ വേണം കരുതാൻ. കാരണം പോലീസിന് ജാഗ്രത കുറവുണ്ടായിട്ടുണ്ട്. പോലീസ് ഇരക്കൊപ്പം നിന്നില്ല എന്നുള്ളത് ഈ കേസിനെ റിവ്യൂ ചെയ്യുമ്പോൾ അതൊരു സാധാരണ മാധ്യമപ്രവർത്തകർക്ക് പോലും മനസ്സിലാക്കാവുന്നതാണ്. അതിലൊരു പ്രധാനപ്പെട്ട കാര്യം, പോലീസിൻ്റെ ഭാഗത്തു നിന്നും ഉള്ള ഒരു വെർഷൻ, ഇത് ഒരു ഭാര്യാഭർത്തൃ കേസായതുകൊണ്ട് ഗൗരവത്തിലെടുത്തില്ല എന്നുള്ളതാണ്. പക്ഷേ എന്നാൽ ഗാർഹിക പീഡന കേസുകൾ എങ്ങനെ കൈകാര്യം ചെയ്യണം, സ്ത്രീപീഡന കേസുകൾ എങ്ങനെ കൈകാര്യം ചെയ്യണം എന്നുള്ളത് കൃത്യമായ നിയമമുണ്ട്, വ്യവസ്ഥയുണ്ട്. മാത്രവുമല്ല, DGPയുടെ ആവർത്തിച്ചുള്ള സർക്കുലറുകളുമുണ്ട്. എന്നാൽ ഇതെല്ലാം കാറ്റിപ്പറത്തിക്കൊണ്ടായിരുന്നു ഇതിൽ ഇടപെടൽ ഉണ്ടായത് എന്നുള്ളതാണ് ഈ ഇരയുടെ കുടുംബം ആരോപിച്ചുകൊണ്ടേയിരുന്നത്. ഈ ആരോപണങ്ങൾക്കൊപ്പം അവർ മുഖ്യമന്ത്രിക്ക് പരാതി നൽകുന്നു. ആ പരാതിയിൽ കടുത്ത നടപടിയിലേക്ക് കടക്കുന്നു. അതിന്റെ ഭാഗമായാണ് അന്വേഷണ സംഘത്തെ ആകെ മാറ്റി. നേരത്തെയുള്ള IP ഈ AS സരിനെ മാറ്റുന്നു, SIയെ മാറ്റുന്നു, പ്രത്യേക അന്വേഷണ സംഘം 7 അംഗ സംഘത്തെ രൂപീകരിക്കുന്നു. അതിൽ പന്തീരങ്കാവിൽ നിന്നുള്ള IPയെ മാറ്റിക്കൊണ്ട് തൊട്ടപ്പുറത്തുള്ള പന്നിയങ്കരയിൽ നിന്നും ഉള്ള IPയെ വയ്ക്കുന്നു. മാത്രവുമല്ല, അന്വേഷണ ചുമതല ACPക്ക് നൽകുന്നു. ACP
സാജു എബ്രഹാമിന് നൽകുന്നു. ഈ രീതിയിൽ കേസിന്റെ അന്വേഷണം മുന്നോട്ട് കൊണ്ടുപോകുന്നു. സമാന്തരമായി ഇന്റലിജൻസിന്റെയും മറ്റും സംവിധാനങ്ങളുടെ നിരീക്ഷണവും ഏർപ്പെടുത്തുന്നു. ഇതിനൊപ്പം തന്നെ പോലീസിനുണ്ടായ വീഴ്ചയെക്കുറിച്ച് അന്വേഷിക്കാൻ ADGP നിർദ്ദേശിച്ചു. സിറ്റി പോലീസ് കമ്മീഷണർ രാജ്പാൽ മീണ അതുമായി ബന്ധപ്പെട്ട റിപ്പോർട്ട് നൽകുന്നു. ആ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് പോലീസിന് കൃത്യവിലോപമുണ്ടായി, വീഴ്ചയുണ്ടായി എന്നുള്ളതിന്റെ അടിസ്ഥാനത്തിലാണ് ആ സ്റ്റേഷന്റെ ചുമതലക്കാരനായ SHOവിനെ സസ്പെൻഡ് ചെയ്തിരിക്കുന്നത്. ഡോക്ടർ ഉന്മേഷ്. ദീപക്, ഇപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട തുടക്കത്തിൽ ഉയർന്ന ആരോപണങ്ങൾ നമ്മൾക്കറിയാം. ഇപ്പോൾ പ്രതി വിദേശത്താണ്. പ്രത്യേക അന്വേഷണ സംഘം കേസ് ഏറ്റെടുക്കുന്നുണ്ട്. ഇനി പ്രതിയെ ഇവിടെ എത്തിക്കണമല്ലോ. ഈ അന്വേഷണവുമായി ബന്ധപ്പെട്ട് പുതിയ വിവരങ്ങൾ ഇപ്പോൾ അറിവാകുന്നുണ്ടോ ദീപക്? ഈ അന്വേഷണത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇപ്പോൾ ഇരയുടെ കൂടുതൽ മൊഴി രേഖപ്പെടുത്തുക, ഇരയുമായി ബന്ധപ്പെട്ട സാക്ഷികൾ, ഡോക്ടർ തുടങ്ങിയവരുടെ മൊഴി രേഖപ്പെടുത്തുക എന്നുള്ളതാണ്. അതിനുശേഷമായിരിക്കും മറ്റു കാര്യങ്ങളിലേക്ക് കടക്കുക എന്നുള്ളതാണ് നമുക്കറിയാൻ സാധിച്ചത്. പ്രതിയുമായി ബന്ധപ്പെട്ട് പ്രതിയുടെ സഞ്ചാരപാത ഉൾപ്പെടെ പ്രതിയുമായി ബന്ധപ്പെട്ട CCTV ദൃശ്യങ്ങൾ ഉൾപ്പെടെ എല്ലാം പോലീസ് ശേഖരിച്ചു തുടങ്ങിയിരിക്കുന്നു എന്നുള്ളതാണ് നമുക്കറിയാൻ സാധിച്ചത്. വൈകിട്ടോടുകൂടി പ്രത്യേക അന്വേഷണ സംഘം തലവൻ സാജു എബ്രഹാം പറവൂരിലെ വസതിയിലെത്തി മൊഴി രേഖപ്പെടുത്തും. വനിതാ പോലീസ് ഉദ്യോഗസ്ഥർ ഉൾപ്പെടെയുള്ള സംഘം അവിടത്തേക്ക് പുറപ്പെട്ടു. നമുക്ക് ലഭ്യമാവുന്ന വിവരമനുസരിച്ച് അവർ എറണാകുളം ജില്ലയിൽ എത്തിക്കഴിഞ്ഞു എന്നുള്ളത് തന്നെയാണ്. അപ്പോൾ അവരുടെ മൊഴി വിശദമായി രേഖപ്പെടുത്തിയതിന് ശേഷം അതിൻ്റെ ഒരു അനാലിസിസ് നടക്കും. അതിനുശേഷമായിരിക്കും തുടർ നടപടികളിലേക്ക് കടക്കുക. ഏതായാലും ലുക്കൌട്ട് നോട്ടീസ് പുറപ്പെടുവിച്ചു കഴിഞ്ഞു. അത് റെഡ് കോർണർ നോട്ടീസാക്കി മാറ്റുകയും ചെയ്യും. ഏതായാലും ഒരു കാര്യം ഉറപ്പിച്ചു പറയാൻ സാധിക്കും, ഈ രാജ്യം വിട്ടുപോകാൻ പ്രതിക്കുള്ള സഹായം പോലീസിന്റെ ജാഗ്രത കുറവ് തന്നെയാണ്, അല്ലെങ്കിൽ പോലീസിന്റെ ഒത്താശയാണ്. അതുകൊണ്ട് തന്നെയാണ് ഇത്തരം കടുത്ത സസ്പെൻഷൻ നടപടിയിലേക്ക് പോലീസ് പെട്ടെന്ന് തന്നെ കടന്നതും. ദീപക് തുടരുക. ഇപ്പോൾ വിനീത VG കൂടി ചേർന്നുണ്ട്. വിനീത, കഴിഞ്ഞ ദിവസം ആ പെൺകുട്ടിയുമായി സംസാരിച്ചിരുന്നു, ആ യുവതിയുമായി സംസാരിച്ചിരുന്നു. ആ വെളിപ്പെടുത്തൽ കേരളം കേട്ടതാണ്. വിനീത, ഈ കുടുംബം പോലീസിനെതിരെ ഉന്നയിച്ച ആരോപണങ്ങൾ ഉണ്ടായിരുന്നു. പോലീസ് സ്റ്റേഷനിലെ അനുഭവം അടക്കം ആ മാതാവ് വ്യക്തമാക്കിയത് നമ്മൾ കേട്ടതാണ്. ഇപ്പോൾ നടപടി വരുന്നു. അത് അവർ ഉന്നയിച്ച ആരോപണങ്ങൾ, അതിനെ സാധൂകരിക്കുന്നുണ്ട് പോലീസ് നേതൃത്വം, പോലീസ് തലപ്പത്ത്. അതുകൊണ്ടാണല്ലോ ഇത്തരത്തിലൊരു നടപടി. കുടുംബം ഇക്കാര്യത്തിൽ പ്രതികരിക്കുന്നുണ്ടോ വിനീത? തീർച്ചയായും ഉന്മേഷ്, ഈ ഘട്ടത്തിൽ ആ പെൺകുട്ടിയുടെ പിതാവ് നമുക്കൊപ്പം വീണ്ടും ഒരിക്കൽ കൂടി ചേരുകയാണ്. അച്ഛൻ അറിഞ്ഞിട്ടുണ്ടോ എന്നറിയില്ല, ഇപ്പോൾ ഒരു വാർത്ത വന്നത് ഈ പന്തീരികാവ് ഗാർഹിക പീഡന കേസിൽ ഈ കൃത്യവിലോപം നടത്തിയെന്ന പോലീസ് ഉദ്യോഗസ്ഥനെ സസ്പെൻഡ് ചെയ്തിരിക്കുകയാണ്. സരിനെയാണ് സസ്പെൻഡ് ചെയ്തത്. നേരത്തെ തന്നെ ഇങ്ങനെ ഒരു ആവശ്യം നിങ്ങൾ മുന്നോട്ട് വെച്ചത് കൂടിയാണല്ലോ. അതായത് കുറ്റം ചെയ്ത ആരായാലും അത് ശിക്ഷിക്കപ്പെടണം. മുഖ്യമന്ത്രിക്ക് ഞാൻ ഒരു പരാതി കൊടുത്തിരുന്നു. മുഖ്യമന്ത്രി അതിൽ ഇടപെട്ടു. അതോടൊപ്പം തന്നെ കോഴിക്കോട് ACPയും അതിൽ നല്ല രീതിയിൽ ഇടപെട്ടതിന്റെ ഫലമായി അങ്ങനെ ചെയ്തതിൽ സന്തോഷമുണ്ട്. അത് മറ്റ് ഉദ്യോഗസ്ഥന്മാർക്ക് കൂടി അതൊരു പാഠമായിരിക്കണം. തുടക്കം മുതൽ തന്നെ വലിയ ആരോപണങ്ങൾ പറഞ്ഞിരുന്നു. കൃത്യമായി ഈ മകളുമായി പോയപ്പോൾ ഒരു കേസുമായി പോകുമ്പോൾ ആ ഇരയ്ക്കൊപ്പം നിൽക്കേണ്ട പോലീസ് അന്ന് പ്രതിക്കൊപ്പമാണ് നിന്നതുൾപ്പെടെയുള്ള കാര്യങ്ങൾ പറഞ്ഞിരുന്നു. ഇപ്പോൾ ആ പോലീസ് ഉദ്യോഗസ്ഥനെതിരെയാണ് നടപടി വന്നിരിക്കുന്നത്. സന്തോഷമുണ്ട് അതിൽ. കാരണം എന്ന് വെച്ചാൽ എന്റെ ആ സമയത്ത് മാനസിക വിഭ്രാന്തി, എന്റെ മകളുടെ മാനസികാവസ്ഥയും അത്രക്ക് വലുതായിരുന്നു. അത് ഉൾക്കൊള്ളാനായിട്ട് ആ പോലീസ് ഓഫീസർക്ക് സാധിച്ചില്ല. ഞാൻ കാര്യങ്ങൾ തുറന്നു പറഞ്ഞിട്ടും വളരെ ലാഘവ ബുദ്ധിയോടുകൂടിയാണ് അദ്ദേഹം കാര്യങ്ങൾ കൈകാര്യം ചെയ്തിരുന്നത്. ആ രാഹുൽ എന്ന് പറയുന്ന കക്ഷി ഇത്രയും ക്രൂരമായ മർദ്ദനം ചെയ്തത് വിശദമായിട്ട് പറഞ്ഞിട്ട് പോലും തീർച്ചയായിട്ടും അദ്ദേഹത്തിന് 307 വകുപ്പ് അല്ലെ 307 വകുപ്പ് അദ്ദേഹത്തിന് ഇടാമായിരുന്നു. അദ്ദേഹം മനഃപൂർവ്വം അത് ഇട്ടില്ല. അത് അവനെ രക്ഷപ്പെടുത്താൻ വേണ്ടിയാണ്. പകരം 324A ഗാർഹിക പീഡനം എന്ന് പറയുന്ന ജാമ്യം കിട്ടാവുന്ന വകുപ്പാണ് അദ്ദേഹം ചുമത്തിയത്. അത് അദ്ദേഹം മനഃപൂർവ്വം ചെയ്തതാണ് എന്നുള്ളത് മനസ്സിലായി. പക്ഷേ ഇതിന്റെ സീരിയസ്നെസ് അദ്ദേഹം അന്ന് ആ സമയം മനസ്സിലാക്കിയില്ല. പിന്നീട് അദ്ദേഹം മനസ്സിലാക്കി കാണും. പിന്നീട് പശ്ചാത്തപിച്ചിട്ട് കാര്യം. നടപടി കൂടി വന്നിട്ടുണ്ടല്ലോ ഘട്ടത്തിൽ. അതെ, നടപടി കൂടി വന്നിട്ടുണ്ട്. അതുകൊണ്ട് ഗവൺമെന്റ്, അതായത് മുഖ്യമന്ത്രി അതിൽ നന്നായിട്ട് ഇടപെട്ടിട്ടുണ്ട്. മറ്റെല്ലാവരും തന്നെ നന്നായിട്ട് ഇടപെട്ടിട്ടുണ്ട്. എനിക്ക് വളരെയധികം സന്തോഷമുള്ളത്. തീർച്ചയായും ഉന്മേഷ്, അദ്ദേഹം പറയുന്നത് ഈ വിഷയത്തിൽ ഈ ഇത്തരം നടപടി വന്നത് അത് അക്കാര്യത്തിൽ വളരെയധികം സന്തോഷമുണ്ട് എന്നുള്ളത് തന്നെയാണ്. ഗവൺമെന്റ്, മുഖ്യമന്ത്രി ഉൾപ്പെടെയുള്ളവർ ഇതിൽ കൃത്യമായി ഇടപെട്ടിട്ടുണ്ട്. അതിന്റെ ഒരു ഫലം കൂടിയാണ് ഇപ്പോൾ ഈ പുറത്തു വന്ന നടപടി എന്നുള്ളത് തന്നെയാണ് അദ്ദേഹത്തിന്റെ പ്രതികരണം. ഉന്മേഷ്. ശരി, വിനീത VG ആണ് വിശദാംശങ്ങൾ നൽകിയത്. വീണ്ടും ദീപക് ധർമ്മടത്തിലേക്കാണ്. DD, തുടക്കത്തിൽ ഒരു ഗാർഹിക പീഡന പരാതി, സ്വാഭാവികമായും അതിന്റെ ഗൗരവം ഉൾക്കൊള്ളേണ്ട ആളാണ് SHO. പക്ഷേ തുടക്കം മുതലേ ഈ യുവതിയുടെ കുടുംബം ആരോപിക്കുന്നു പ്രതിയോടൊപ്പം നിൽക്കുന്നതിൽ കൂടുതൽ താല്പര്യം കാണിച്ചു. വിനീത VG തന്നെ തുടരുന്നു. വിനീത, ഈ നേരത്തെ
കുടുംബം ഉന്നയിച്ച ആരോപണങ്ങൾ അതേപോലെ ശക്തികാന്തം ഇവർ ഇപ്പോഴും നിലനിൽക്കുകയാണ്. പെസച്ചോയുടെ സസ്പെൻഷൻ അവർ സ്വാഗതം ചെയ്യുമ്പോഴും അവിടെ ഡിസ്കസ് ചെയ്യപ്പെടേണ്ട ഒരുപാട് മാറ്ററുകൾ വേറെയുമുണ്ട്. തുടക്കത്തിൽ ഒരു ഗാർഹിക പരാതിയുമായി പോകുന്നു, ആ പരാതി കൃത്യമായി ഗൗനിക്കാതെ പ്രതിക്കൊപ്പം നിൽക്കുന്ന നിലപാട് സ്വീകരിക്കുന്നു. പിന്നീട് ഗത്യന്തരമില്ലാതെ കേസെടുക്കേണ്ടി വരുന്നു. കേസെടുത്തിട്ടും ആ പ്രതിയെ സിംഗപ്പൂർ എത്തുന്നത് വരെ ഈ പോലീസ് സഹായിച്ചു എന്ന ആരോപണം അതിലിപ്പോൾ ഉറച്ചു നിൽക്കുകയല്ലേ വിനീത കുടുംബം? തീർച്ചയായും അത്തരം ആരോപണങ്ങളിലൊക്കെ തന്നെ ഇപ്പോഴും കുടുംബം അങ്ങനെ തന്നെയാണ് നിൽക്കുന്നത്. കാരണം ആദ്യഘട്ടത്തിൽ കൃത്യമായ ഒരു ഇടപെടൽ നടത്തിയിരുന്നുവെങ്കിൽ ഇതിനു മുൻപേ തന്നെ ഈ രാഹുലിന്റെ അറസ്റ്റ് ഉൾപ്പെടെയുള്ള നടപടിയിലേക്ക് കടക്കാമായിരുന്നു. പക്ഷേ അദ്ദേഹം നേരത്തെ സൂചിപ്പിച്ചതുപോലെ പന്തീരികാവ് സിയുടെ ചില ഇടപെടലുകൾ അദ്ദേഹം ആ കേസ് കൃത്യമായി കൈകാര്യം ചെയ്തില്ല. ഇതിനെയൊക്കെ തുടർന്ന് തന്നെയാണ് ഈ പ്രതി ഇപ്പോൾ ഇവിടെ നിന്ന് രക്ഷപ്പെട്ടിരിക്കുന്നത്. ഇതൊക്കെ തന്നെ ഈ കേസ് അന്വേഷണത്തെയും ബാധിച്ചിട്ടുണ്ട്. അല്ലെങ്കിൽ ഒരുപക്ഷെ ഇതിനു മുൻപേ തന്നെ ഇവർക്ക് നീതി അത് ഉറപ്പാകുമായിരുന്നു എന്നുള്ളത് തന്നെയാണ് പ്രതികരണം. ഒപ്പം തന്നെ നേരത്തെയുള്ള അവരുടെ ആവശ്യങ്ങൾ ഈ കുടുംബത്തിനെതിരെ അവർ മുന്നോട്ട് വെച്ച ചില കാര്യങ്ങളുണ്ട്. ഈ രാഹുലിന് മാത്രമല്ല രാഹുലിന്റെ കുടുംബ അംഗങ്ങൾക്കുമൊക്കെ എതിരെ, അമ്മയ്ക്കൊക്കെ എതിരെ ഇതിൽ പങ്കുണ്ട്, അവർക്കൊക്കെ എതിരെ തന്നെ നടപടി വേണമെന്നുള്ള ചില ആവശ്യങ്ങൾ കൂടി ഇവർ മുന്നോട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. അത്തരം ആവശ്യങ്ങളിലൊക്കെ ഇപ്പോഴും ഉറച്ചു തന്നെയാണ് നിൽക്കുന്നത്. ശരി, ഇപ്പോൾ ദീപക് ധർമ്മടം വീണ്ടും ചേരുന്നു. ഡി തുടക്കത്തിൽ ഒരു പരാതി വരുന്നു, അതിൽ കേസെടുക്കാൻ വലിയ ഗൗരവം അവർ കാണിക്കുന്നില്ല, വിമുഖത കാണിക്കുന്നു, അതൊരു വീഴ്ച. രണ്ടാമത് കേസെടുത്തതിന് പിന്നാലെയും ശക്തമായ വകുപ്പുകൾ രേഖപ്പെടുത്താൻ ഈ SHOയുടെ നേതൃത്വത്തിൽ അവർ തയ്യാറാകുന്നില്ല, രണ്ടാം വീഴ്ച. മൂന്നാമത് കേസെടുത്തതിന് ശേഷവും ആ പ്രതിയെ കൃത്യമായി മോണിറ്റർ ചെയ്യാതെ വിദേശത്തേക്ക് രക്ഷപ്പെടാനടക്കം സഹായിക്കുന്നു. ഈ ആരോപണങ്ങൾ ഇപ്പോൾ ഈ നടപടിയോട് ചേർത്ത് വായിക്കുമ്പോൾ എത്രത്തോളം സാധൂകരിക്കാൻ കഴിയും ഡി? വളരെ കൃത്യമായി ഈ സസ്പെൻഷൻ ഉത്തരവിന്റെ പകർപ്പിൽ തന്നെ പോലീസിന്റെ വീഴ്ചയെക്കുറിച്ച് കൃത്യമായി പറയുന്നുണ്ട് എന്നുള്ളതാണ്. സസ്പെൻഷൻ ഉത്തരവിൽ പറയുന്നത് തന്നെ ഡെപ്യൂട്ടി ഇൻസ്പെക്ടർ ജനറൽ കോഴിക്കോട് സിറ്റി ഹാസ് റിപ്പോർട്ടഡ് എന്ന് പറഞ്ഞുകൊണ്ട് കൃത്യമായി ഈ SHOവിന് പറ്റിയ വീഴ്ചകൾ, ഒപ്പം തന്നെ ഈ കേസിൽ പന്തീരങ്കാവ് പോലീസ് കാണിച്ച ജാഗ്രത കുറവ്, ഇത്തരം കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് തന്നെയാണ് ശ്രീ AS സരിൻ AS SHO പ്ലേസ്ഡ് ടു അണ്ടർ സസ്പെൻഷൻ എന്ന് പറഞ്ഞുകൊണ്ട് ഉത്തരവിറക്കിയിരിക്കുന്നത് നോർത്ത് സോൺ IG, അതായത് വടക്കൻ മേഖലയുടെ പോലീസ് മേധാവി സേതുരാമനാണ്. ഈ നടപടിക്ക് റിപ്പോർട്ട് നൽകിയിരിക്കുന്നത് സിറ്റി പോലീസ് കമ്മീഷണർ രാജ്പാൽ മീണയാണ്. ആ റിപ്പോർട്ടിൽ വളരെ കൃത്യമായി പോലീസിന്റെ വീഴ്ച, SHOയുടെ ഭാഗത്തു നിന്നുള്ള വീഴ്ചകൾ ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട്. അത് അംഗീകരിച്ചുകൊണ്ട് തന്നെയാണ് ഇത്തരം ഒരു നടപടിയിലേക്ക് എത്തിയിരിക്കുന്നത്. മാത്രവുമല്ല, ഇന്നലെ വൈകിട്ട് മുഖ്യമന്ത്രിയുടെ ഓഫീസ് ഈ വിഷയത്തിൽ ഇടപെടുന്നത് വരെ പോലീസ് അനങ്ങാപ്പാറ നയത്തിലായിരുന്നു, പ്രത്യേകിച്ച് പന്തീരങ്കാവ് പോലീസ് അനങ്ങാപ്പാറ നയത്തിലായിരുന്നു. മാത്രവുമല്ല, ഇതിൽ മുതിർന്ന ഉദ്യോഗസ്ഥരുടെ ഭാഗത്തു നിന്നുള്ള ഒരു ഇടപെടൽ കുറവ് ആദ്യഘട്ടത്തിൽ ഉണ്ടായിരുന്നു. പക്ഷേ എന്നാൽ മുഖ്യമന്ത്രി ഓഫീസ് ഇടപെടുകയും ADGP MR അജിത് കുമാറിന് നിർദ്ദേശം നൽകുകയും ചെയ്തപ്പോൾ സിറ്റി പോലീസ് ഉയർന്നു പ്രവർത്തിച്ചു. രാത്രി വൈകി തന്നെ സിറ്റി പോലീസ് കമ്മീഷണർ കേസ് റിവ്യൂ ചെയ്തു. അപ്പോൾ ഇതിൽ ഗൗരവം കുറച്ചുകൊണ്ടുള്ള ലാഘവത്തിലുള്ള വകുപ്പുകൾ ചേർത്തത് ഉൾപ്പെടെയുള്ള പ്രതികളെ സഹായിക്കാൻ പറ്റുന്ന രീതിയിലുള്ള ഇടപെടലുകളെ കുറിച്ച് മനസ്സിലാകുന്നു. അത്തരമൊരു സാഹചര്യത്തിലാണ് ഈ അന്വേഷണ സംഘത്തെ ആകെപ്പടി മാറ്റുന്നു. പ്രത്യേക അന്വേഷണ സംഘം, 7 അംഗ സംഘം, അത് DYSP റാങ്കിലേക്ക് മാറ്റുന്നു. ACP സാജു എബ്രഹാമിന്റെ നേതൃത്വത്തിലുള്ള അന്വേഷണ സംഘത്തെ നിയോഗിക്കുന്നു. മറ്റൊരു കാര്യം, സമാന്തരമായി സിറ്റി പോലീസ് കമ്മീഷണർ നേതൃത്വത്തിൽ പോലീസിന്റെ വീഴ്ചയെക്കുറിച്ച് അന്വേഷിക്കുന്നു. അതിൽ അടിയന്തര റിപ്പോർട്ട് നൽകുന്നു. ആ റിപ്പോർട്ടിലാണ് ഇപ്പോൾ നടപടിയെടുത്തിരിക്കുന്നത്. സിറ്റി പോലീസ് കമ്മീഷണർ രാജ്പാൽ മീണയുടെ പോലീസിന് വീഴ്ച പറ്റി എന്ന ആ നടപടിക്ക് അർഹമായ റിപ്പോർട്ട് സർക്കാർ ശരിവയ്ക്കുന്നു. IG അതിൽ ഉത്തരവിടുന്നു, സസ്പെൻഷൻ നൽകിക്കൊണ്ട്. ഏതായാലും പന്തീരങ്കാവ് പോലീസ് ഈ സ്ത്രീപീഡന കേസിൽ ലാഘവ ബുദ്ധിയോടെ കൈകാര്യം ചെയ്തു എന്നുള്ളത് കേരള പോലീസ് സ്ഥിരീകരിച്ചു. അതിനുള്ള ശക്തമായ നടപടിയാണ് ആഭ്യന്തര വകുപ്പ് എടുത്തിരിക്കുന്നത്. ഷുഹൈൽ. ശരി, ഡി പറഞ്ഞതുപോലെ റിപ്പോർട്ടിൽ വളരെ വ്യക്തമായി പറയുന്നു, ദ റിപ്പോർട്ട് ആൻഡ് അലൈഡ് ഡോക്യുമെന്റ്സ് വർ എക്സാമിൻഡ് ഇൻ ഡീറ്റെയിൽ ആൻഡ് ഇൻഡിഫറൻസ് എക്സിബിറ്റഡ് ബൈ ദ ഓഫീസർ ഇൻ എ വുമൻ കംപ്ലയിന്റ് ആസ് എ ഗ്രേവ് ഡിറലിക്ഷൻ ഓഫ് ഡ്യൂട്ടി. അതായത് ഗുരുതരമായ ഒരു വീഴ്ച, ഒരു യുവതിയുടെ, ഒരു സ്ത്രീയുടെ പരാതിയിൽ ഒരു SHO എത്രത്തോളം അലംഭാവം കാണിച്ചു, അത്രത്തോളം അലംഭാവം ആ ഉദ്യോഗസ്ഥന് ഉണ്ടായെന്ന് വ്യക്തമായ ഓർഡറിൽ പറയുന്നു ഡി. അപ്പോഴും പോലീസിന്റെ ഒരു മുഖം മിനുക്കൽ നടപടി എന്നതിലേക്കുള്ള ഒരു പ്രതിപക്ഷ ആരോപണം സ്വാഭാവികമായും വരും. കാരണം സംഭവമുണ്ടായി 2-3 ദിവസം കഴിയുന്നു. പ്രഥമ ദൃഷ്ട്യാ തന്നെ ഒരു വീഴ്ച അവിടെ രൂപപ്പെട്ടിട്ടും അവിടെ ഒരു നടപടിയിലേക്ക് വരാൻ 2 ദിവസം പിന്നിടുന്നു എന്ന കാര്യത്തിൽ ഒരു പ്രതിപക്ഷ പ്രതിരോധം ഉണ്ടാകില്ലേ ഡി? ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, സസ്പെൻഷൻ ഉത്തരവിൽ തന്നെ
വളരെ കൃത്യമായ ഒരു ഗ്രേവ് പണിഷ്മെന്റ് നൽകേണ്ട രീതിയിലുള്ള കൃത്യവിലോപം, ഗുരുതരമായ വീഴ്ച ഇത്തരമൊരു കേസിൽ ഉണ്ടാകുന്നു എന്നുള്ളതാണ്. നമ്മുടെ പ്രേക്ഷകർ ഇപ്പോൾ 24-ന്റെ സ്ക്രീനിൽ കാണുന്നത് സസ്പെൻഷൻ ഉത്തരവിന്റെ പകർപ്പാണ്. ആ ഉത്തരവിൽ വളരെ കൃത്യമായി IG സേതുരാമൻ പറയുന്നു, ഈ അന്വേഷണ റിപ്പോർട്ട് കമ്മീഷണർ നൽകിയിരിക്കുന്നു, കമ്മീഷണർ റിപ്പോർട്ടിൽ ഗ്രേവ് പണിഷ്മെന്റ് നൽകാനുള്ള വീഴ്ച ഉണ്ടായിരിക്കുന്നു എന്നുള്ളതാണ്. അങ്ങനെ നോക്കുമ്പോൾ ഇതൊരു മുഖമിനുക്കൽ നടപടി എന്നതിനേക്കാൾ സുഹൈൽ, സർക്കാരിന്റെ മുൻപിൽ ഒരു വിഷയം വന്നപ്പോൾ ശക്തമായ നടപടിക്ക് നിർദ്ദേശം നൽകി നടപടി ഉറപ്പാക്കി എന്ന് പറയുന്നതായിരിക്കും ശരി. കാരണം ഇത്തരത്തിൽ പന്തീരങ്കാവ് പോലീസ് ഒരു തെറ്റ് ചെയ്തത് അത് ശരിവെക്കാനോ അതിനെ മൂടിവെക്കാനോ പോലീസ് തലപ്പത്തു നിന്നും ശ്രമമുണ്ടായില്ല. മുഖ്യമന്ത്രിക്ക് വന്ന പരാതിയിൽ പൊടുന്നനെ, മുഖ്യമന്ത്രി വിദേശ പര്യടനത്തിലാണെങ്കിൽ പോലും പൊടുന്നനെ നടപടി ഉണ്ടാകുന്നു. മുഖ്യമന്ത്രിയുടെ ഓഫീസ് അതിൽ കർശന നിർദ്ദേശം നൽകുന്നു. ഇന്നലെ വൈകിട്ട് വന്ന പരാതിയിൽ ഇന്നു വൈകിട്ടേക്ക് സസ്പെൻഷൻ ഉറപ്പാക്കി എന്ന് പറയുമ്പോൾ അത് കേരള പോലീസിന്റെ ജാഗ്രതയോടെയുള്ള പ്രവർത്തനം തന്നെയാണ്. വീഴ്ച പറ്റുന്നതിനെ തിരുത്തുകയും വീഴ്ചക്കെതിരെ കടുത്ത നടപടിയിലേക്ക് പോകുന്നു എന്നുള്ളത് തന്നെയാണ് ഈ പന്തീരങ്കാവ് നടപടിയിൽ നിന്നും മനസ്സിലാക്കാവുന്നത്. സുഹൈൽ, ശരി, DD തുടരുക. ഇപ്പോൾ വിനീത VG കൂടി ചേരുന്നു. വിനീത, സ്വാഭാവികമായും ഇനി പരാതിക്കാരുടെ മൊഴിയെടുക്കേണ്ടതുണ്ട്, അവരുടെ മാതാപിതാക്കളുടെ മൊഴിയെടുക്കേണ്ടതുണ്ട്. അത്തരത്തിലുള്ള നടപടിക്രമങ്ങളാണ് ഇനി ഈ കേസിൽ മുന്നോട്ടുള്ളത്. ഇപ്പോൾ കേസ് ഏറ്റെടുത്തിരിക്കുന്ന ഫറൂഖ് ACPയുടെ നേതൃത്വത്തിലുള്ള സംഘം അവിടെ മൊഴിയെടുക്കാൻ വരുന്നതുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും വിവരം നമുക്ക് ലഭ്യമാണോ? അത്തരത്തിൽ അന്വേഷണത്തിന്റെ പുരോഗതിയെക്കുറിച്ചുള്ള വിവരങ്ങൾ നമുക്കിപ്പോൾ അവിടെ നിന്ന് നൽകാൻ കഴിയുന്നുണ്ടോ? കുടുംബത്തോട് അങ്ങനെ പോലീസുകാർ അവിടെ എത്തുമെന്ന കാര്യം വല്ലതും അറിയിച്ചിട്ടുണ്ടോ? തീർച്ചയായും സുഹൈൽ, അല്പസമയത്തിനകം തന്നെ ഫറൂഖ് ACPയുടെ നേതൃത്വത്തിലുള്ള അന്വേഷണ സംഘം പറവൂരിലുള്ള ഈ വീട്ടിലേക്ക് എത്തും. അതിനുശേഷമായിരിക്കും മൊഴിയെടുക്കൽ അടക്കമുള്ള കാര്യങ്ങളിലേക്ക് എത്തുക. നേരത്തെ തന്നെ ഈ പോലീസുമായി ബന്ധപ്പെട്ട് ചില ആരോപണങ്ങൾ കുടുംബം മുന്നോട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. ഈ കാര്യങ്ങളിലൊക്കെ തന്നെ കൂടുതൽ വ്യക്തത വരുത്തും. ഒപ്പം തന്നെ ഇപ്പോൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഈ പന്തീരങ്കാവ് CIനെ സംബന്ധിച്ചുകൊണ്ടുള്ള ചില ആരോപണങ്ങൾ ആദ്യഘട്ടത്തിൽ പരാതിയുമായി പോയപ്പോൾ അവർക്ക് നീതി ലഭിച്ചിരുന്നില്ല, കൃത്യമായിട്ടുള്ള ഇടപെടൽ പോലീസിന്റെ ഭാഗത്തുനിന്നുണ്ടായില്ല തുടങ്ങിയ നിരവധി കാര്യങ്ങളാണ് ഈ കുടുംബം മുന്നോട്ട് വെച്ചിട്ടുണ്ടായിരുന്നത്. ഈ കാര്യങ്ങളെ സംബന്ധിച്ചുകൊണ്ടുള്ള വിവരങ്ങളെല്ലാം തന്നെ അന്വേഷണ സംഘം പരിശോധിക്കും. ഒപ്പം തന്നെ പെൺകുട്ടിയുടെ വിശദമായിട്ടുള്ള മൊഴി ഇക്കാര്യത്തിൽ രേഖപ്പെടുത്തും. അതിനൊപ്പം ഈ മാതാപിതാക്കൾക്ക് എന്താണ് പറയാനുള്ളതെന്ന് ഉൾപ്പെടെയുള്ള കാര്യങ്ങളൊക്കെ അന്വേഷണ സംഘം വളരെ വ്യക്തമായി കേൾക്കുമെന്നാണ് നമുക്ക് ഈ ഘട്ടത്തിൽ മനസ്സിലാക്കാൻ കഴിയുന്നത്. നമുക്കിപ്പോൾ ലഭ്യമായിരിക്കുന്ന വിവരമനുസരിച്ച് ഏതാണ്ട് അരമണിക്കൂറിനുള്ളിൽ അന്വേഷണ സംഘം ഈ പറവൂരിലുള്ള വീട്ടിലേക്ക് എത്തുമെന്നാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. ആദ്യഘട്ടത്തിൽ ഈ വീട്ടിലെത്തി ഇവർക്ക് എന്താണ് പറയാനുള്ളതെന്ന് അന്വേഷണ സംഘം കേൾക്കും. അതിനുശേഷം മാത്രമായിരിക്കും പന്തീരങ്കാവുള്ള രാഹുലിന്റെ വീട്ടിലേക്ക് പോവുകയും മറ്റ് തുടരന്വേഷണവുമായി ഏത് രീതിയിൽ ഈ കേസിനെ മുന്നോട്ട് കൊണ്ടുപോകണം എന്നുൾപ്പെടെയുള്ള കാര്യങ്ങളിലേക്കൊക്കെ തന്നെ അന്വേഷണ സംഘം നീങ്ങുകയും ചെയ്യുന്നത്. ആദ്യഘട്ടത്തിൽ ഈ കേസിൽ ഇവർക്ക് നീതി ലഭിക്കേണ്ടത് ഈ പെൺകുട്ടിക്കാണ് എന്ന ആ ഒരു നിലയിൽ തന്നെയാണ് പോലീസും ഇപ്പോൾ നിൽക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ പരാതിക്കാരിക്ക് എന്താണ് ഈ ഘട്ടത്തിൽ പറയാനുള്ളത് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾക്ക് ആദ്യ പരിഗണന കൊടുക്കുകയാണ് അന്വേഷണ സംഘം. അതിന്റെ ഭാഗമായി തന്നെയാണ് ആദ്യഘട്ടത്തിൽ പറവൂരിലുള്ള വീട്ടിലേക്ക് അന്വേഷണ സംഘം എത്തുക. അതിനുശേഷം വളരെ വിശദമായിട്ടുള്ള മൊഴി, ഇവരുടെ പരാതി, ഈ പരാതിയിന്മേൽ ഇതുവരെ പോലീസ് എന്ത് നടപടിയാണ് സ്വീകരിച്ചത് ഉൾപ്പെടെയുള്ള കാര്യങ്ങളിലൊക്കെ തന്നെ അവർ കൃത്യമായിട്ടുള്ള ചില നടപടികൾ സ്വീകരിക്കും. അതിനുശേഷമായിരിക്കും മറ്റ് തുടർ നീക്കങ്ങൾ ഈ കേസിൽ ഇനി ഉണ്ടാവുക. ശരി, ദീപക് ധർമ്മടം വീണ്ടും ചേരുന്നു. DD, ഇനി നമുക്ക് മുന്നിലുള്ളത് രാഹുലിനെ നാട്ടിലെത്തിക്കുക എന്നുള്ളതാണ്. അതിന് തുടർ നടപടികൾ എന്തൊക്കെയായിരിക്കും? ഇപ്പോൾ ലുക്കൌട്ട് നോട്ടീസ് ഇറക്കിയിട്ടുണ്ട്, ഇനി ഒരു റെഡ് കോർണർ നോട്ടീസിന് അനിവാര്യത കൂടിയുണ്ട്. അത്തരത്തിൽ രാഹുലിനെ നാട്ടിലെത്തിക്കാൻ നടപടിക്രമങ്ങൾ എന്തൊക്കെയാണ് മുന്നോട്ട് വേണ്ടത്? അത്തരത്തിലുള്ള നടപടിക്രമങ്ങളിലേക്ക് അന്വേഷണ സംഘം കടന്നിട്ടുണ്ടോ? അന്വേഷണ സംഘത്തെ സംബന്ധിച്ചിടത്തോളം സത്യത്തിൽ ഇന്ന് കാലത്താണ് ഇത്തരത്തിൽ ഈ രാഹുൽ നാട് കടന്നു, രാജ്യം വിട്ടു എന്ന ഞെട്ടിക്കുന്ന വിവരം പോലീസ് ആസ്ഥാനത്തിന് ലഭിക്കുന്നത്. അതോടുകൂടി ഒരു നടുക്കത്തിൽ തന്നെയായിരുന്നു. കാരണം ഈ പ്രതിയെ ഇന്നലെ രാത്രി പിടിക്കണം എന്നതായിരുന്നു പോലീസ് തലപ്പത്തു നിന്നും ഈ കൃത്യമായ നിർദ്ദേശം നൽകിയത്. ഈ SHOയ്ക്കും കൃത്യമായി ഇന്നലെ IG ഉൾപ്പെടെയുള്ള ഉന്നത പോലീസ് ഉദ്യോഗസ്ഥർ ഈ പ്രതിയെ അറസ്റ്റ് ചെയ്യണം, കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്യണം എന്നുള്ള നിർദ്ദേശം നൽകിയിരുന്നു. പക്ഷേ എന്നാൽ അതിനു മുമ്പ് തന്നെ ഈ രാഹുൽ രാജ്യം വിട്ടിരുന്നു, സംസ്ഥാനം വിട്ടിരുന്നു. കോഴിക്കോട് നിന്നും വീട്ടിൽ നിന്നും അദ്ദേഹം ടൗണിലെത്തുന്നു. ടൗണിൽ നിന്നും അദ്ദേഹം ബംഗളൂരുവിലേക്ക് റോഡ് മാർഗം പോകുന്നു. ബംഗളൂരുവിൽ നിന്നും വിമാനമാർഗം സിംഗപ്പൂരിലേക്ക് പോകുന്നു. സിംഗപ്പൂരിൽ നിന്നും ജർമ്മനിയിലേക്കുള്ള യാത്ര ആസൂത്രണം ചെയ്തു എന്നുള്ളത് കൂടിയാണ് വിവരം. അപ്പോൾ രാഹുൽ വളരെ പ്രീ പ്ലാൻഡ് ആയിരുന്നു ഈ നീക്കങ്ങളെല്ലാം നടത്തിയത്. ആ നീക്കങ്ങളിൽ ഇനിയുള്ളത് ജർമ്മനിയിൽ നിന്നുമാണോ സിംഗപ്പൂരിൽ നിന്നുമാണോ രാഹുലിനെ കിട്ടുക എന്നുള്ളതാണ്. അതേതായാലും പോലീസിന്റെ ഉന്നത തലത്തിൽ തന്നെ അതിന്റെ അന്വേഷണം നടക്കുന്നുണ്ട്. കർണാടക പോലീസുമായും അതുപോലെ തന്നെ
എമിഗ്രേഷൻ ക്ലിയറൻസിലുള്ള ഉദ്യോഗസ്ഥരുമായി എല്ലാം പോലീസ് തലപ്പത്തു നിന്നും സംഭാഷണങ്ങൾ നടക്കുന്നു എന്നാണ് നമുക്ക് അറിയാൻ സാധിച്ചത്. ഈ നിലവിൽ ഇതിൻ്റെ കണ്ടെത്താൻ വേണ്ടിയുള്ള റെഡ് കോർണർ നോട്ടീസ് പുറപ്പെടുവിച്ചു കഴിഞ്ഞു. ഇനി ഇതിൻ്റെ അടിസ്ഥാനത്തിൽ ഇയാളെ സമ്മർദ്ദത്തിലാക്കി എത്രയും വേഗം അവിടെയുള്ള പോലീസിനെ കൂടി ഉപയോഗിച്ചുകൊണ്ട് ഇന്റർപോളിൻ്റെയോ മറ്റോ സഹായത്തോടു കൂടി ഈ ഇന്ത്യയിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ് പ്രധാനപ്പെട്ട നടപടി. നമുക്ക് ലഭ്യമാകുന്ന വിവരമനുസരിച്ച് ചിലപ്പോൾ ജർമ്മനിയിലെ കമ്പനിയുമായി കേരള പോലീസ് ബന്ധപ്പെട്ട് അയാളെ തിരിച്ച് നാട്ടിലേക്ക് കയറ്റിയേക്കാൻ ഡീപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയുള്ള നടപടിയിലേക്ക് കൂടി കടന്നേക്കും. ശരി, തിരികെ വരാം. അനിവാര്യം ഒരു ഇടവേള ആവശ്യമുണ്ട് ഈ ഘട്ടത്തിൽ. ഇപ്പോൾ വരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട പുതിയ വാർത്ത, ഈ പന്തിരാഗാവ് കേസിൽ വീഴ്ച വരുത്തിയ SHOയെ സസ്പെൻഡ് ചെയ്തിരിക്കുന്നു. ഈ വാർത്തയിലേക്ക് തന്നെ തിരികെ വരാം ചെറിയ ഇടവേളയ്ക്ക് ശേഷം.